അമ്പലം കറങ്ങി മതിയും കൊതിയായി എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുക. പറശ്ശിനിക്കട മുത്തലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓക്കെ ചേട്ടൻ പിന്നെ നേരത്തെ വന്നു. പറശ്ശിനിക്കടവ് മുത്തശ്ശൻ എന്റെ തന്നിട്ടേ ഇല്ല ചാർജ് ചെയ്യാൻ. എല്ലാം ബോട്ടിലൊക്കെ ഇരുന്നിട്ട് ഇതൊരു വീഡിയോ അമരമൊക്കെ കഴിഞ്ഞാ. അയ്യേ എത്ര നേരം ഉഷാറിലിതാ ഉഷാറില്ലാണ്ട് നടക്കണം. അതറിയാതെ വന്നതാണ്. നമ്മളിന്ന് പല്ലശ്ശേനി എന്താ പറഞ്ഞ പറശ്ശിനിക്കടവ് മുത്തശ്ശൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്ര നേരം ഉറക്കമായിരുന്നു, ആരും ഉഷാറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബോട്ട് യാത്ര കാര്യങ്ങളെന്നൊക്കെ പണ്ട പോകണം. അവിടെ എന്താ അവസ്ഥ എന്നുള്ളതൊന്നും അറിയില്ല, നോക്കട്ടെ. ചേട്ടായിമാരെ, നമ്മൾ കയറി അങ്ങോട്ട് ചെന്നതുമില്ലേ, ആ ഉച്ച സമയമായിരുന്നതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ആലോചിക്കാനുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. നേരെ ഫുഡ് കഴിക്കാനുള്ള കലവറയ്ക്കാണ് നമ്മൾ പോയത്. അവിടെ നിറയെ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ പ്ലേറ്റുകളും കാര്യങ്ങളൊക്കെ സെറ്റായി അടുക്കി വെച്ചിരിക്കുന്നു. കണ്ടാൽ തന്നെ പൊന്നു മോനെ കണ്ണ് തള്ളും, അമ്മാതിരി സെറ്റായിരുന്നു. ഞങ്ങൾ ഓരോ പ്ലേറ്റെല്ലാം മേടിച്ച് ഉള്ളിലോട്ട് അങ്ങോട്ട് കയറിപ്പോയി. നിറയെ ആളുകൾ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. അടിപൊളി ഫുഡായിരുന്നു. ഇതാണ് ചോറ്, അതുപോലെ തന്നെ സാമ്പാർ, പിന്നെ ഏതാണ്ടോ പരിപ്പ് കറി ഏതാണ്ടോ ആയിരുന്നു. നല്ല രസത്തിലായിരുന്നു. ആ മോര് കറി, തൈര് കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിട്ട്. പിന്നെ ഞങ്ങൾ ഓരോ സൈഡിലിരുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളാണ് പിന്നെ കേട്ടോ. അങ്ങനെ ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല ചോറ്, അതുപോലെ തൈര് കാര്യങ്ങൾ, സാമ്പാറൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അതിലൊരു രക്ഷയില്ലാത്തൊരവസ്ഥയായിരുന്നു. നിറയെ പേര് കഴിച്ചുകൊണ്ടിരിക്കുന്നു, അതുപോലെ കഴിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, അതുപോലെ ക്യൂ നിൽക്കുന്നു കഴിക്കാൻ. ഒരു നല്ല അടിപൊളി അനുഭവങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ചോട്ടിലേക്ക് ഇറങ്ങാൻ ചെയ്തിട്ടോ. ചോട്ടിലേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ അമ്പലത്തിലേക്ക് കയറാനുള്ള പരിപാടിയിലാണ് പിന്നെ ഞങ്ങൾ നോക്കിയത്. അത് കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ തൊഴുതി. അതെല്ലാം കഴിഞ്ഞ് നൈസായിട്ട് ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി. പക്ഷേ ഉള്ളിലേക്കൊന്നും അലോഡ് ഉണ്ടായിരുന്നില്ല വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ. പിന്നെ ഞങ്ങൾ നൈസായിട്ട് എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ വെളിയിലേക്ക് ഇറങ്ങിട്ടോ. അപ്പോൾ ചേട്ടായിമാരെ, ഞങ്ങൾ അത്യാവശ്യം നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അവിടെ വന്ന് അത്യാവശ്യം ഫുഡ് കഴിച്ചു, പ്രസാദം കഴിച്ചു. നമ്മൾ അമ്പലം കണ്ടു. അമ്പലത്തിൻ്റെ ഉള്ളിലെ മറ്റേ ഭസ്മം നമ്മൾ മേടിച്ചു. അതുപോലെ അവിടേക്ക് അലോഡില്ല മൊബൈൽ ഫോൺ കാര്യങ്ങളൊന്നും. നമ്മൾ ചെറിയ ലെവലിൽ അറിയാതൊക്കെ ചെറിയ 1-2 പൊടികളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ സമയം ഞങ്ങൾക്കൊരു 5:30-6 മണി ഒരു സമയമുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ബോട്ട് ഹൗസ് ഉണ്ട്. അപ്പോൾ ബോട്ടിൽ യാത്ര ചെയ്യാമെന്നുള്ളൊരു കലാപരിപാടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഗ്യാങ്ങുകളെല്ലാവരും കൂടി ഈ ബോട്ടിൽ യാത്ര ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഞങ്ങൾ പൊളിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ ഡൺ. വരെ നമ്മുടെ ബോട്ട് സർവീസ് നിർത്തി വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അവർ 2-3 ദിവസമായ ഒരു മഴ കാരണം ബോട്ട് സർവീസ് നിർത്തി വെച്ചിരിക്കുകയെന്ന് പറഞ്ഞു. നമ്മുടെ കായൽ ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബോട്ട് സർവീസ് നിരാശയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ബോട്ട് സർവീസ് നിരാശയായിട്ട് നമ്മൾ നോക്കിയപ്പോൾ നല്ല വണ്ടികളൊക്കെ പോകുന്നു കേട്ടോ. പാലത്തിൻ്റെ മുകളിൽ കൂടെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൂടുതൽ നിൽക്കൊന്നും ചെയ്തില്ല. അപ്പോൾ നിറയെ ആളുകൾ പ്രസാദം മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന സീനാണ്. ഞങ്ങൾ നേരത്തെ കഴിച്ചുകൊണ്ട് പിന്നെ അതില്ല. നല്ല അടിപൊളി മഴയായിരുന്നു ഉച്ച സമയത്ത്, ഒന്നും പറയാനില്ല മഴ. ചേട്ടായിമാരെ, ഞങ്ങൾ മുത്തപ്പൻകാവിൽ നിന്ന് നമ്മുടെ പരിപാടി കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷേ പുള്ളിക്കാരൻ വണ്ടി നിർത്തി ഞങ്ങൾ വഴിമാറിപ്പോയി കുറേ കറങ്ങി റൗണ്ട് കറങ്ങി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അപ്പോഴേക്കും ഞങ്ങളുടെ മൂഡ് ഔട്ടായി. അതുകൊണ്ട് പിന്നെ കുറച്ച് വീഡിയോസ് നമ്മൾ എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ ഇനി ആകെ മടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി മുത്തപ്പൻകാവിൽ നിന്ന് ഇറങ്ങി വേറൊരു അമ്പലത്തിൽ കൂടി പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറ്റിക്കഴിഞ്ഞാൽ അമ്പലം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ ബായ്. ഒരാൾ ചിരിക്കുന്നത് കണ്ടോ? ഞങ്ങൾ വഴിമാറി പറഞ്ഞപ്പോൾ ചിരിക്കുകയാണ്. ആനന്ദക്കണ്ണീര് ലോകം മുച്ചൂടും നടന്നു. ഞങ്ങൾ അങ്ങനെ പോയൊരു ഗുഹന്റെ ഉള്ളിൽ കൂടെ കയറി നോക്കുമ്പോൾ മെയിൻ റോഡ്. പിന്നെ നേരെ ശബരിമല കൂടെ ചവിട്ടിക്കറങ്ങി കഴിഞ്ഞാൽ എന്നിട്ടും കാണാനില്ല. ഞങ്ങൾ 5-6 പേര് പോയാൽ വിചാരിച്ചു. പിന്നെ കുഴപ്പമില്ല, ഞങ്ങൾ എത്തി. ഞങ്ങൾ പോകണം. ചേട്ടായിമാരെ, ഇനി നമ്മൾ ശ്രീ രാജരാജേശ്വരി അമ്പലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇറങ്ങുന്നുണ്ട്, വരുന്നുണ്ട്. വായോ
എനിക്ക് എവിടേക്കും വരണമെന്നേ ഇല്ല, പിന്നെ ഞാൻ വെറുതെ പോട്ടെ 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 പോട്ടെ. ആൾ മിസ്സിങ്. ഞാൻ എടുത്തുതരാം. അതിൽ കുറെ പേര് വന്നില്ല അല്ലേ? ആരാണ്? നമ്മൾ ഛർദ്ദിക്കേണ്ട ആളാണ്, ഛർദ്ദിച്ചിട്ടില്ല. നമ്മൾ ശ്രീ രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് വന്നു, ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഉള്ളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്യും. ഓക്കെ. ഈശ്വര, അതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ പേടിയാവണം. ഇത് കുളമാണ്, നമ്മൾ കുളത്തേക്ക് തൽക്കാലം ഇറങ്ങണില്ല. വേണ്ട വേണ്ട, കുളത്തേക്ക് തൽക്കാലം വേണ്ട. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. നോ അതിനുള്ളിൽ വേറെന്താ കാണുന്നു? വെട്ടുകല്ലിൽ തീർത്ത അടിപൊളി കുളമാണ്. അതിന്റെ അപ്പുറത്ത് കുളിക്കടവൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും ഇറങ്ങുന്നില്ല, വേണ്ട. അണ്ടർഗ്രൗണ്ട് ഉണ്ട്. ഉണ്ടാ? അണ്ടർഗ്രൗണ്ടും ഒരു ഗ്രൗണ്ടും വേണ്ട. അപ്പം ഞങ്ങൾ കറങ്ങിത്തിരിഞ്ഞ് രാജരാജേശ്വരി ക്ഷേത്രത്തിലേക്ക് കയറുകയാണ്. കയറി ഞങ്ങൾ ഒന്നും പറയാനൊന്നുമില്ല, അടിപൊളിയായിട്ട് എല്ലാവരും തൊഴുതും കാര്യങ്ങളൊക്കെ ചെയ്തു. നല്ല സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടൊന്നും കുഴപ്പമൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചുവിട്ടാം. അപ്പൊ ചേട്ടായിമാരെ, ഞങ്ങളുടെ ദർശനങ്ങളൊക്കെ കഴിഞ്ഞു, വയറ് നിറഞ്ഞു. ഭക്ഷണം കഴിച്ചിട്ടും അമ്പലം കറങ്ങിയിട്ടും എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലേ? അമ്പലം കറങ്ങി മതിയും കൊതിയായി എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുക. അപ്പോൾ 4 അമ്പലം കഴിഞ്ഞു, ഇനി മഴയും പെയ്യണു, ഞങ്ങളൊക്കെ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കാണണം. അപ്പോൾ എല്ലാവർക്കും ബൈ.